അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവരെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരാരാണെന്ന് വിശദീകരിച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലരെ പരിചയപ്പെടുത്തുന്നുണ്ട്. അഥവാ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരായി മാറാൻ കാരണമാവുന്ന ആ വിശേഷണം അല്ലെങ്കിൽ ആ നന്മ ഏതാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഇനിയുള്ള ക്ലാസ്സുകളിൽ വിശദീകരിക്കുന്നത്. അതിൽ ഒന്നാമതായി പറയുന്നത് ഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ ജനങ്ങളോട് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാണ്. ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഉപകാരം ചെയ്യുന്നവരാരോ അവരാണ് ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവർ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരാണ് ഏറ്റവും നല്ലവർ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലേതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, നിന്റെ സഹോദരന്റെ മനസ്സിൽ സന്തോഷം വരുത്താനായാൽ അത് ഏറ്റവും നല്ല അമലാണ്. അല്ലെങ്കിൽ അവന്റെ ഒരു പ്രയാസം അകറ്റാനായാൽ അത് ഏറ്റവും നല്ല അമലാണ്. അല്ലെങ്കിൽ അവന്റെ ഒരു കടം നിനക്ക് വീട്ടാനായാൽ അത് ഏറ്റവും നല്ല അമലാണ്. അല്ലെങ്കിൽ അവന്റെ വിശപ്പകറ്റാനായാൽ, അവന്റെ വിശപ്പകറ്റാൻ വേണ്ടി ഭക്ഷണം നൽകാൻ വേണ്ടി കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല അമലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. തന്റെ കൂട്ടുകാരന്റെ ഒരു ആവശ്യം നിറവേറ്റി കൊടുക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത് 10 വർഷം പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിന് എത്ര വലിയ പ്രതിഫലമാണ് അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുന്നത്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരാൾ തന്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അള്ളാഹു അവനെയും സഹായിച്ചു കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ സഹായം നമ്മളിൽ വർഷിക്കണമെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് ഉപകാരം ചെയ്യാനും കൂടെയുള്ളവരെ സഹായിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ ചുറ്റുഭാഗവും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ആശ്വാസം നൽകാൻ വേണ്ടി സാധ്യമാവണം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. പരിശുദ്ധമായ ദീനിനെ കളവാക്കിയവർ, നിഷേധിച്ചവരാരാണെന്ന് കണ്ടിട്ടില്ലേ? അവരാരാണെന്നറിയോ? യത്തീം മക്കളെ ഒഴിവാക്കുന്നവർ, യത്തീമുകളെ തരം താഴ്ത്തുന്നവർ, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാത്തവർ, മാത്രല്ല മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുന്നതിനെ പ്രോത്സാഹിപ്പിക്കാത്തവർ, അവരാണ് ദീനിനെ കളവാക്കിയവർ എന്ന് അല്ലാഹു തആല പറയുകയാണ്. നമ്മുടെ ദീൻ പരിപൂർണമാവുന്നത് യത്തീമക്കളാണെങ്കിലും മിസ്കീന്മാരാണെങ്കിലും അങ്ങനെ പരിസരത്തുള്ള നമ്മുടെ കൂടെയുള്ള നമ്മുടെ അറിവിലുള്ള പാവങ്ങളെ സഹായിക്കുന്നതിലൂടെയാണ്, അവർക്ക് ആശ്വാസം നൽകുന്നതിലൂടെയാണ്, അവർക്ക് ഉപകാരം ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ദീൻ പരിപൂർണമാകുന്നത്. ഞാനൊരു യഥാർത്ഥ മുഅ്മിനാകുന്നത് അപ്പോൾ മാത്രമാണ്. സഖർ എന്നു പേരുള്ള ഒരു നരകമുണ്ട്, അത്രയും ഭീകരമായ നരകം. മാ സലകകും ഫീ സഖർ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അഥവാ സഖർ എന്ന നരകത്തിൽ നിങ്ങളെ പ്രവേശിപ്പിച്ചതെന്താണ് എന്ന് ആ നരകാവകാശികളോട് ചോദിക്കപ്പെടുമ്പോൾ അവർ പറയുന്ന മറുപടി എന്താണെന്നറിയോ? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുന്നവരുമായിരുന്നില്ല. വിശപ്പുള്ളവന്, പ്രയാസമനുഭവിക്കുന്നവന്, മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുക. അതിന് മുന്നോട്ട് വരാത്തവർ, അവരെ കാത്തിരിക്കുന്നത് നരകമാണ്. ഹൃദയം ലോലമാവാൻ എന്തുണ്ട് മാർഗമെന്ന് അന്വേഷിച്ച വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫഅത്ഇമിൽ മിസ്കീൻ വംസഹ് റഅസൽ യതീം, മിസ്കീന്മാർക്ക് നീ ഭക്ഷണം നൽകുക, യതീം മക്കളുടെ തല തടവുക. എന്ന് വെച്ചാൽ യതീം മക്കളെ ആശ്വസിപ്പിക്കുക, മിസ്കീന്മാർക്ക്, ഭക്ഷണമില്ലാത്തവർക്ക്, അവർക്കൊക്കെ ഭക്ഷണം നൽകുക. ഇതൊക്കെ നമ്മുടെ ഖൽബ് ലോലമാവാനുള്ള മാർഗമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, പാല് നൽകിയിട്ട്, ദാഹിക്കുന്നവന് പാല് നൽകിയിട്ട് സഹായിച്ചാൽ, അല്ലെങ്കിൽ
സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവന് നാണയം നൽകിയിട്ട് സഹായിച്ചാൽ, അതല്ലെങ്കിൽ വഴിയറിയാതെ പ്രയാസപ്പെടുന്നവന് വഴി കാണിച്ചു കൊടുത്ത് സഹായിച്ചാൽ, അങ്ങനെ ഉപകാരം ചെയ്താൽ കാനലഹു മിസ്ലു ഇത്ഖി റഖബത്തിൻ, അടിമയെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം പോലോത്തത് അള്ളാഹു അവന് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് ഹദീസുകൾ പറഞ്ഞു. ഉപകാരം ചെയ്യുന്നതിൻ്റെ, സഹായിക്കുന്നതിൻ്റെ, കൂടെയുള്ളവർക്ക് ആശ്വാസം നൽകുന്നതിൻ്റെ, പ്രയാസം അനുഭവിക്കുന്നവനെ സന്തോഷിപ്പിക്കുന്നതിൻ്റെ ഒരുപാട് ഹദീസുകൾ പറഞ്ഞു. ഇവിടെ ഈ ഹദീസുകളൊക്കെ നമ്മളോട് വിളിച്ചു പറയുന്നത് ഉപകാരം ചെയ്യുന്നവന് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. നമുക്ക് എന്തെങ്കിലും ഒരു നിഅമത്ത്, ഒരു അനുഗ്രഹം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി കഴിയണം. ഇന്നലില്ലാഹി ഇൻദ അഖ്വാമി നിഅമൻ അഖറഹ ഇൻദഹും മാ കാനൂ ഫി ഹവായിജിൽ മുസ്ലിമീൻ മാ ലം യമല്ലൂഹും. ചില മനുഷ്യന്മാർക്ക് അല്ലാഹു തആല നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. ആ മനുഷ്യന്മാർ മടികൂടാതെ മുഅ്മിനീങ്ങളായ വിശ്വാസികളായ മനുഷ്യന്മാരുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്ന കാലത്തോളം ആ നിഅമത്തിനെ അല്ലാഹു തആല അവർക്ക് നിലനിർത്തി കൊടുക്കും. ഫഇദാ മല്ലൂഹും നഖലഹാ ഇലാ ഗൈരിഹിം. ഇനി അവർ മടി കാണിച്ചാലോ, മടുപ്പ് കാണിച്ചാലോ, അഥവാ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ മടി കാണിച്ചാൽ നഖലഹ ഇലാ ഗൈരിഹിം, ആ അനുഗ്രഹത്തെ അവരല്ലാത്തവരിലേക്ക് അള്ളാഹു നീക്കിക്കളയുന്നതാണ്. ഇനി ഈ ഒരു ഹദീസ് തന്നെ ശരിക്കും ഹൃദയത്തിലേക്ക് കൊണ്ട് നടക്കണം. കാരണം അള്ളാഹു നമുക്ക് നൽകിയൊരു അനുഗ്രഹം, ആ അനുഗ്രഹം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം. അങ്ങനെ ഉപകാരം ചെയ്യാൻ നമ്മൾ മടി കാണിച്ചാൽ ആ അനുഗ്രഹം നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധേന എല്ലാ ദിവസവും എല്ലാ സമയവും മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യാൻ ഒരവസരം കിട്ടുമ്പോൾ ആ അവസരത്തെ നഷ്ടപ്പെടുത്താതിരിക്കുക. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ് ജനങ്ങളെ കൂട്ടത്തിലെ നല്ലവര് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.